അൽപോട്സോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് കാണണം. കീതാസോ പൂട്ടിയിട്ട് ആ ജെല്ലി കൂടെ വെളിയിലോട്ടിട്ടുണ്ട്. പഠിത്തോ ഒന്ന് എൻ്റെ നീട് സാറ്റിസ്ഫൈ ചെയ്യും. അല്ല കീങ്ങത്തോ എനിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇന്ന് ഉച്ചയ്ക്ക് സാറ് ബയോളജി സാറിനെ ടെസ്റ്റ് ചെയ്യാൻ വന്നില്ലേ, അതുപോലെ ഒരു നൈറ്റ് ആരുടെയും കൂടെ കിടന്നില്ലേ നീ ചത്തുപോയില്ലെന്ന്. ഇതുവരെ ഞാൻ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല, അതെന്നെ കൊണ്ട് ചെയ്യില്ല. എൻ്റെ ഒരു അതല്ലാതെ ഒരുത്തനും ലൂക്കാനെ തൊട്ടാനും പോകണില്ല. ശരിയാ, സാറിന് മാത്രമേ തൊടാനും പിടിക്കാനും പറ്റൂ. നേരത്തെ സാറ് ഒരു സ്റ്റുഡൻറ്റിനോട് ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? മോശമല്ലേ? സ്റ്റുഡൻറ്റ് പിന്നെ പുണ്യാളനാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് സാർ കയറി പിടിക്കൂ. ഞാൻ പിടിച്ചില്ല, കീ നോക്കിയേ ഉള്ളൂ. എൻ്റെ കീ അവിടെ കൊണ്ടുവയ്ക്കാം. നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ തൊടാൻ വേണ്ടിയല്ലേ നീ വെച്ചേ? തൊടുമെന്നറിയാൻ വെച്ചത്. 2 ടൈംസ് കയറി പിടിച്ചപ്പോൾ മനസ്സിലായി തൻ്റെ രോഗം. എൻ്റെ കീ വേണ്ടാത്തോടത്ത് കൊണ്ടുവച്ചിട്ട് ഇപ്പം എൻ്റെ കുറ്റം. നിനക്കാ രോഗം, എന്തോ കൂടിയാണ് രോഗം. അതിനാണോ എന്നെ കയറി പിടിച്ചേ? മിസ്റ്റർ ലൂക്കാസോ, ആരായാലും ഒരു ടച്ച് ഫീലായ ചേക്കിക്ക് അറിയാം എങ്ങനെയുള്ള പിടുത്തമാണെന്ന്. ചേക്കിക്ക് അറിവ് കൂടുതലാണ്, അതിൻ്റെയാ. കീ തരാനാ പറഞ്ഞ എന്നെ വിടുന്നതാ നല്ലത്. അല്ലേ ഈ നൈറ്റ് സാറ് ജേക്കിയുടെ ബെഡിൽ കാണും. ഒരു നൈറ്റ് ആരുമില്ലാതെ കിടന്ന മോൻ എന്താ പറ്റുമെന്ന് എനിക്കൊന്ന് നോക്കണം. നിന്റെ അസുഖം മാറ്റാവോ നോക്കട്ടെ. ഇന്ന് നൈറ്റ് തനിയെ കിടന്നു, ഞാൻ കിടക്കാൻ പോവും. മര്യാദ വിട്ട് ഇത്രയും നേരം ജയിക്കൊന്നും ചെയ്തിട്ടില്ല. കീ തരാനാ പറഞ്ഞ. പേടിപ്പിക്കാൻ നോക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നടാ അമ്മാറ്. നാളെ ക്ലാസ് ഉള്ളത്. വെറുതെ വാശി പിടിക്കില്ലേ ലൂക്കാസോ? ഇപ്പോൾ കീ തന്നോ ഞാൻ എൻ്റെ നീട് എവിടെയെങ്കിലും പോയി സാറ്റിസ്ഫൈ ചെയ്യും. ഓ യു നീഡ് ടു സാറ്റിസ്ഫൈ മീ. ജയിക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് കൂടെ കിടത്താറില്ല. സോ ആ അവസ്ഥ വരുത്തല്ല. ഞാൻ പേടിച്ചു. നിനക്ക് ഇത്ര പോലും കൺട്രോൾ ഇല്ലടാ. മുട്ടി നിൽക്കുവനോ ഓരോനായിട്ടും. ഞാൻ കിടക്കാൻ പോണു. കീ അവിടെ എവിടെയും കാണും, നോക്ക്. ഞാൻ അവിടെ എവിടെയോ വെച്ചു, നീ നോക്ക്. എനിക്ക് ഉറക്കം വരും. എവിടെയാണോ കീ വെച്ചേ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. എന്താ ചേക്കെ, എന്തിനാ ഒച്ച വെക്കുന്ന? എടോ കീ എവിടെയാ വെച്ചേന്ന്? നീ എന്താടാ ഹോൺ അടിച്ച് കളിക്കണോ? പോയി കിടക്കടാ. അവൻ കീ വേണം പ്ലീസ്. കീ വേണം. ജെക്കെ എണീക്ക്. ജെക്കെ പ്ലീസ്, എനിക്ക് പറ്റുന്നില്ല. ഞാനിപ്പോ ജെക്കെ എഴുന്നേക്ക്. എന്താ നിനക്ക് ഇങ്ങനെ വേർക്കുന്നേ? വെള്ളം വേണം, വെള്ളം. നോ ജെക്കെ, വെള്ളം വായിൽ വെച്ചിട്ടോ. ഇതാ മതി. മാറ്, എനിക്ക് പോകണം. ജെക്കെ വീഴല്ല, എന്നെ തൊടല്ല. നിന്റെ കണ്ടീഷൻ നല്ല മോശം, ഇങ്ങനെ പോകണ്ട. വാ എഴുന്നേക്ക്, മാറി നിൽക്ക. ജെക്കെ നീ എത്ര വാശി പിടിച്ചാലും ഈ അവസ്ഥയിൽ തന്നെ ഞാൻ വിടില്ല. എനിക്ക് കിടക്കണം പതിയെ. ഇതിനെന്തോന്ന് വെയിറ്റ് ആയത്. കിടക്ക, നീ ഇവിടെ കിടന്നു. ഞാൻ അപ്പുറത്തെ റൂമിലുണ്ടാവും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. പോവല്ല, ഇച്ചിരി നേരം കൂടെ ഇങ്ങനെ നിൽക്കും പ്ലീസ്. ഇവനെ കൊണ്ട് നീ എന്താടാ എടുത്ത് കുടിച്ചേ? എൻ്റെ ലിപ്സൊക്കെ ട്രൈ ആവുന്ന പോലെ മോശം.
ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. വെള്ളം നോക്കിയോ, ഡ്രൈനസ് മാറൂല. അങ്ങനെ മാറുന്നത് മാറിയാൽ മതി. എങ്കിൽ വെള്ളം വെച്ച് ചെറുതായിട്ട് മസാജ് പോലെ ചെയ്തു തരുമോ? ഇല്ല, വേണമെങ്കിൽ കൂടി എടുത്തു വരാം. ഞാൻ തന്നെ ചെയ്തോളാം. തേക്ക് മാഷ് പൊക്കോ, ഞാനിവിടെ തന്നെ ഇടുന്നോളാം. നീ കിടന്നുറങ്ങ, ഞാനിവിടെ ഉണ്ട്. വേണ്ട, എനിക്ക് പ്രൈവറ്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സർ റൂമിൽ നിന്ന് ഇറങ്ങി. തടെ പ്രൈവറ്റായിട്ട് ചെയ്യാൻ നീ ക്ലാസ്സിൽ നിന്ന് ചെയ്യുന്നതാണോ? സാർ ഇറങ്ങ. എനിക്ക് വയ്യാതെയായ ഞാൻ അറിയില്ല. സോ പറയുന്ന കേക്ക് ചേക്കേ, കിടന്നുറങ്ങ. ലാസ്റ്റായിട്ട് പറയാം, ജസ്റ്റ് ലീവ്. അടുത്ത വാശി പറ്റൂല. ഇന്ന് തൽക്കാലം ഞാൻ കാണാൻ പറ്റുന്നത് നീ ചെയ്താൽ മതി. ഓക്കെ ഫൈൻ, കണ്ടോ. ഡരാ, നീ എന്തോന്ന് കാണിക്കുന്നത്? എനിക്ക് വേണ്ടതൊക്കെ ഞാൻ കാണിക്കും. എൻ്റെ ബോഡിയായത് ചേക്കെ മോൻ ചെയ്യില്ല. കാണാൻ പറ്റാത്തവരും ഇറങ്ങി പൊക്കോ ഈ റൂമിൽ നിന്ന്. ജെക്കെ സ്റ്റോപ്പ് ഇറ്റ്. എൻ്റെ വീട്, ഇവിടെ ഇതൊന്നും അലൗഡ് അല്ല. എൻ്റെ കൈ കെട്ടായിക്കടോ, അയക്കാനാ പറഞ്ഞത്. ഇനി നീ ചെയ്യ. തന്നോട് ഞാൻ എന്താണോ ചെയ്ത്? എന്തിനാ എന്നെ ടോർച്ചർ ചെയ്യുന്നത്? നീ അവിടെ കിടന്ന് കുറച്ച് കഷ്ടപ്പെടും. ഇതിനായിട്ട് നിനക്കൊന്നുമില്ല. നിന്നെയും തൊടാൻ ഞാൻ അലോ ചെയ്യില്ല. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമോ? താനാരാ ഇതിലൊക്കെ കയറി ഇന്റർഫിയർ ചെയ്യാൻ? തനിക്ക് വേണമെന്ന് യൂസ് ചെയ്യും. നിനക്ക് തോന്നുമ്പോക്കെ എല്ലാ ക്യാബിനിലും കയറി ഇറങ്ങുന്നതല്ല. ഇന്നൊരു നൈറ്റ് ഈ ഫീല് നീ അനുഭവിക്കടോ. ഇങ്ങനെയുണ്ട് ബേബി ഈ ഫീല്. ആരെങ്കിലും ടച്ച് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ നിന്റെ ബോഡിക്ക്? ആരുടെയും ടച്ച് അത് ആഗ്രഹിക്കുന്നുണ്ടോ? മാറും, അല്ല എല്ലാം അഴിച്ചു വിട്ടിട്ട് ഇതുപോലെ നിൽക്കുന്നേ. അത്ര ധൈര്യമുള്ളവനാണ്. Alberto, I want him right now. സാരോടെ ഇല്ലല്ലോടാ, എന്ത് ചെയ്യും? വേണമെങ്കിൽ നീ എന്നോട് ബെഗ് ചെയ്തോ. എന്ത് ചെയ്യുന്നു? നോ, ബെഗ് ചെയ്ത് ചെയ്യുക ഒന്നും വാങ്ങാറില്ല. ഒന്നും. You know, chemistry is always 100 times better than you in bed. അതിന്റെ ഫ്രസ്ട്രേഷൻ അതെനിക്ക്. You, how dare you to shut up. ഇന്ന് നിനക്കൊന്നുമില്ല. എന്നോട് ഇന്ന് ചെയ്തതിൻ്റെ പണിഷ്മെന്റ്. കുറച്ച് ആശ്വാസത്തിന് ഒരു കിസ് വേണോടാ. How dare you to bite me, you fucking bitch. കിസ് ചെയ്യാൻ എനിക്കറിയാം. എൻ്റെ കയ്യെ കെട്ടിട്ടുള്ളൂ. എന്താ സർ, വേദനിച്ചു? ബൈറ്റ് മാത്രമല്ല, എന്നെ തള്ളിയ നിന്നെ ഞാനിനി തലോടാൻ പോവാ. വെയിറ്റ് ഫോർ ഇറ്റ് ലൂക്കസ്. ഇന്ന് നൈറ്റ് നീ തന്നെ ഇവിടെ കിടക്ക. ഈ വാഗുണ്ട കരയിലും കിസ് ചെയ്യുക മൊത്തത്തിലും മുറിയോലാടാ. മുറിയും, അതിൻ്റെ തെളിവല്ലേ തൻ്റെ ലിപ്സിൽ വരുന്ന ആ ചോര. മാറി നിൽക്കുക. കെമിസ്ട്രി സാറിൻ്റെ ലിപ്സിൻ്റെ അത്രയും വരൂല. നീ ലിപ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാൻ ചെയ്യും. ഇവിടെ വെറുപ്പല്ലേ മോശന്? അതിലെന്താ ഒരു ഡൗട്ട്? ഇന്നെപ്പോലൊരു പബ്ലിക് പ്രോപ്പർട്ടിനോട് വെറുപ്പിനപ്പുറം ഒരു വികാരം ലൂക്കിക്കില്ല. നീ നിന്റെ കെമിസ്ട്രി സാറിൻ്റെ അടുത്ത് പൊക്കോ. നീ ഫ്രീ അല്ലേ? എന്തിനാ അത്ര കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ആ കീ നിന്റെ പോക്കറ്റിലുണ്ടെന്ന് നേരത്തെ തിരഞ്ഞപ്പോൾ നിനക്ക് കിട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായോ? എൻ്റെ കൈ കെട്ടി എൻ്റെ മുഖത്തടിച്ച്
എന്നെ ഇവിടെ ഇരുത്തി ഇത്രയും ഷോ കാണിച്ചിട്ട് ഞാൻ ചുമ്മാ അങ്ങ് ഇറങ്ങി പോകുന്ന നീ അല്ലേടാ ഉള്ള അഭിനയമൊക്കെ ഇറക്കി കിട്ടിയിട്ടും ബിക്കോസ് പിന്നെ എനിക്ക് വേണം. അതിന് കെമിസ്ട്രി സാറിൻ്റെ അത്രയും വരാത്ത ഈ ബയോ സാറിന് നിനക്ക് എന്തിനാ ജയിക്കാൻ? എവിടെ മോശം മുറിഞ്ഞ് എവിടെയാണോ ജയിക്കാം? വിട്ടു. നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ കിസ് ചെയ്താണോ നിൽക്കാറ്? വേറെ എന്തൊക്കെ ചെയ്യാം? വിടു, മാറ് ജയിക്കാം. വിട്ടു. ആരാ പറഞ്ഞേ കിസ് മാത്രമേ ചെയ്യുമെന്ന്? പിന്നെ ജയിക്ക് ദേഷ്യം തീർക്കാറ് ഇങ്ങനെ. ജയിക്കയുടെ ദേഷ്യം തീർക്കല് പെട്ടില്ല. Don't you fucking dare to touch me, ജയിക്ക്. ഈ പോയിട്ടെൻ്റെ കെമിസ്ട്രി സോൾവ് ചെയ്താൽ മതി. അങ്ങോട്ട് തമ്പുരാനെ സമ്മതിക്കുന്നില്ലല്ലോ. ടെൻഷൻ ചെയ്യണമായിരുന്നു. എനിക്ക് തോന്നുന്നവരെ ചെയ്യും. എനിക്ക് തോന്നുമ്പോൾ ചെയ്യാനുള്ളതല്ല ലൂക്ക. എന്താ മാഷേ ചേക്കിയുടെ ഒറ്റ കേസ് കൊണ്ട് അവനങ്ങ് വലുതായല്ലോ. മാറങ്ങോട്ട്. എൻ്റെ ഭ്രാന്ത് മാറിയിട്ട് നാളെ രാവിലെ ഇറങ്ങിയാൽ മതി. ലൂക്ക തുറക്കാനാ പറഞ്ഞ്. അകലെ ഇനി അകലെ അലിവിൻ തിരയുടെ നൂരകൾ ഇനിയും സ്വയം ഇനിയും പാറയാ പരിഭവ കഥകൾ ചിറകുകൾ തേടും കിളി മകൾ പോൽ മറയുവനീര് പകലിതളുകളോ ഓരോ ആഹാ ചെമ്പരിയിൽ മഴയിൽ നനയുമോ ഒഴുകുമോ ശലഭമായി വരുമോ ശിശിരമായി സർ, ഇന്ന് ഫസ്റ്റ് പീരീഡ് ഞങ്ങൾക്കാണ്. അതെന്താ ഞങ്ങൾക്ക് ഒന്നൂടെ? നിങ്ങൾക്ക് രണ്ടിനും അല്ല. സാർ ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് പീരീഡ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്. ബ്യൂട്ടിഫുൾ ഗേൾസ് ആൻഡ് ബോയ്സ്, കെമിസ്ട്രി സാർ വന്നു എന്തോ. ഒരു തൈ നിൽക്കുന്നുണ്ടല്ലോ. തയ്യെങ്കിൽ തൈ വന്നപ്പോഴേ ക്യാബിൻ തപ്പി ഇറങ്ങിയോടാ. തപ്പിയില്ല, തപ്പാൻ പോണേ ഉള്ളൂ. എന്താ സാറേ നീ എന്തോ ചെയ്യും? എനിക്ക് ക്ലാസ് ഉണ്ട്. നിന്നെ പോലെ എനിക്ക് ടൈമില്ലല്ലോ. എനിക്ക് താമ്പോടോ പോവന്നെ. നിന്റെ കണ്ണിലെന്താ കുരുവോ? കുരുവല്ല സർ, കൂളിംഗ് ഗ്ലാസ്. അയ്യോ, ആ കോപ്പിന്റെ ക്ലാസ്സിലല്ലേ ഞാനും. നല്ല ബാഗ്. അതെനിക്കറിയാം, നീ പറയണ്ടടാ. എടി ഷേർലി, നിന്റെ ബാഗ് കൊള്ളാം. ഞാൻ പറഞ്ഞപ്പോ ലൂക്കാസ് സാറും പറഞ്ഞു സാറിനും അറിയാമെന്ന്.
എന്താ സാർ നോക്കുന്നത്? മകനെ നോക്കാൻ പാടില്ല എന്നുണ്ടോ? അയ്യോ സാർ വാ, നമുക്ക് രണ്ടിനും ഇവിടെ ഇരുന്ന് നോക്കാം. നീ തന്നെ നിന്നങ്ങ് നോക്കിയാൽ മതി. ഓരോന്ന് ഇറങ്ങിക്കോളും. എന്ത് നോക്കിയൊക്കെ പിള്ളേരെ, ക്ലാസ്സിൽ പോ. ഇവൻ ഇവിടെ ഇരുന്ന് വായിത്തൊന്നൊക്കെ വിളിച്ചു പറയും. ഇതൊക്കെ നോക്കാൻ നിന്നാൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും. ഈ സാറല്ലേ എന്നോട് വന്ന് മിണ്ടിയേ, ഞാനാണോ? നീ തോന്നിവാസം പറയുമ്പോ പിന്നെ ഞാൻ മിണ്ടാതെ പോണം. ഒരു കൊള്ളാവുന്ന ബാക്കുണ്ട്, കൊള്ളുന്ന പറഞ്ഞാൽ എന്ത് തോന്നിവാസമുള്ളത് സാറേ. ബ്യൂട്ടിഫുൾനെസ്സിനെ കാണുമ്പോൾ നമ്മൾ നല്ല അപ്രിഷ്യേറ്റ് ചെയ്യണ്ടേ? നിനക്ക് കണ്ട പെൺപിള്ളേരുടെ ബാക്ക് നോക്കണേ, നീ നോക്ക്. അത് എന്നെ നോക്കി പറയാൻ നിൽക്കണ്ട. ആ സാറിന്റെ ബാക്ക് നല്ലതാണോ? എവിടെ നോക്കട്ടെ, തിരിഞ്ഞു നോക്ക്. അപ്പൊ കാണാതെയാണോ മോൻ പറഞ്ഞേ? അത് ഷോർലിയുടെ ബാക്കല്ലേ സാറേ? അല്ലേടി ഷോർലി, നീയൊക്കെ എന്തോ നോക്കി നിൽക്കുക. നിന്നോടൊക്കെ അല്ലേ ഞാൻ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞേ. പിന്നെ JK, നീ ഇവിടെ ബാക്ക് നോക്കി നിൽക്കുക, ഞാൻ ക്ലാസ്സിൽ പോകും. നീ ഇവിടെ വായി നോക്കി നിന്ന് ക്ലാസ്സിലെങ്ങനെ ലേറ്റ് ആയാലോ? എന്തിനാ സാറിന്റെ ബാക്കിൽ വരാൻ? ക്ലാസ്സിൽ കയറാനേ, ക്ലാസ് ഞാൻ കയറാതെ ക്ലാസ് തുടങ്ങുക. എൻ്റെ ഫ്രണ്ടിന് കൂടെ ധൈര്യമുണ്ടല്ലോ. നിന്ന് ഈ കോളേജ് ഗ്രൗണ്ടിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്ന് എന്തേ? എനിക്ക് ക്ലാസ്സിന് ടൈമായി. ബാക്ക് നോക്കി നടക്കണം. ക്ലാസ്സിൽ കയറിട്ടോ. ആ സാധനം ക്ലാസ്സിൽ കയറാൻ പറഞ്ഞതിൽ എന്തോ ദുരുദ്ദേശമില്ലേ? ഇല്ലാതില്ല. മൈരൻ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു ആരേലും തല്ലിക്കൊന്ന് കാണുന്നു. മൈരൻ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ മൈര എന്ന് വിളിക്കില്ല. ശരി മലരെ, വാ ക്ലാസ്സിൽ പോവാം. ഇന്നെന്താടാ ക്ലാസ്സിൽ കയറാൻ ഒരു വല്ലാത്ത ഇൻട്രസ്റ്റ്? അതൊക്കെ ഉണ്ട് മൈര, ഇന്ന് വാ. അയ്യോ ഇവന ബയോളജി ക്ലാസ് അല്ലേ, എന്തായാലും നടാ. ഓക്കെ, ഇന്നലെ ഞാൻ തന്ന വർക്ക് ചെയ്യാത്തൊരു നീക്ക്. എന്ത് വർക്കാടാ? ആ മിസ്റ്റർ JK, എന്ത് സാർ? ഇന്നലെ ക്ലാസ്സിൽ വായും തുറന്നിരിക്കുന്നുണ്ടായിരുന്നല്ലോ, തനിക്ക് അറിയില്ലേ എന്തെന്ന്? അതെങ്ങനാ? കണ്ണി കണ്ട പ്രൊഫസേഴ്സിന്റെ ജോബിൽ നിന്ന് ഇറങ്ങി നടക്കാനല്ലേ നേരമുള്ളൂ. ഫ്രണ്ട്സിനെ കണ്ടിട്ട് കയറിയാൽ മതി. ഞാൻ പറയുന്നുണ്ട് നിന്റെ ബിസിനസിനെ കുറിച്ച്. ചിരിപ്പിക്കാതെ പൊട്ട. ഇത്രയ്ക്ക് ചിരി വരാൻ മാത്രം ഞാൻ എന്ത് കോമഡിയാ ചിമ്മി പറഞ്ഞ? ഇവിടുത്തെ പ്രിൻസ് JKയുടെ ഷുഗർ ഡാഡിയാ സർ. വാട്ട്? എന്താ ഇവിടെ? പ്രിൻസിപ്പൽ സർ,